വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് തുണികൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ, കട്ടിലെ കിടപ്പുണ്ട്. ഞാൻ ഉണങ്ങിയ തുണി കൊണ്ടിട്ടതാണ്. ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡിന്നർ ടൈപ്പ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ ചോറ് തന്നെ, ചോറും പിന്നെ ഇന്നലെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ കുറച്ച് ചീര അരിഞ്ഞതും മീനും തന്നു വിട്ട്, വറക്കാനുള്ള മീനും തന്നു വിട്ട്. അപ്പോൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു രാത്രിയിൽ. അപ്പോൾ ചോറ് എടുക്കാമല്ലോ, അതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പായൊക്കെ താണ്ട് ഇവിടെ റൂം ഞാൻ പിന്നെ ക്ലീൻ ആക്കിയേ. അപ്പം ഇവിടെ ഒരു പായൊക്കെ ഇട്ട് കൊടുത്ത് ഒരാൾക്ക് കളിക്കാനൊക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ ഈ സാധനം, ഇത് അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്ന ഇതാ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് കാലിയായിട്ടിരിക്കുന്നു. ഞാൻ കുളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇങ്ങോട്ട് നോക്കിയപ്പം ഞാൻ മിണ്ടരുത്, അച്ഛൻ വന്ന് ഇപ്പം കിട്ടും നിനക്ക്. അച്ഛൻ വന്ന് റബ്ബർ അല്ലടാ, അത് കട്ടറാടാ. കട്ടർ അതിന് കുഴപ്പമില്ല, പക്ഷെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സെറ്റായി എല്ലാം. കട്ടർ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതാ ഇവിടെ മൊത്തം ഞാൻ അടുക്കി പെറുക്കി വെച്ചതായിരുന്നു. പിന്നെ നമ്മുടെ റൂമിൽ കുറേ ചേട്ടായിയുടെ വർക്ക് സാധനങ്ങളും മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് മാറ്റി ഈ ഒരു കുഞ്ഞു റൂമിലായിട്ട് ഒതുക്കി മാറ്റി പറക്കി വെച്ച്, എപ്പോഴും എടുക്കാൻ പറ്റുന്ന തരത്തിന് പറക്കി വെച്ചിട്ട് ഇവിടെ എല്ലാം ഞാൻ ക്ലിയർ ആക്കി വെച്ചിരുന്നായിരുന്നേ. ഈവൻ വന്നിട്ട് അവിടെ മൊത്തം വലിച്ച് വാരിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് എന്താ പറയുക. പിന്നെ അതെല്ലാം പെറുക്കി എടുത്ത് വെക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്കൊരു കൊതുക് വന്നു. കൊതുക് ശല്യമുണ്ട് കേട്ടോ, നല്ല ശല്യമുണ്ട് കൊതുകിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കത്തിച്ചിട്ടോ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിച്ചു. 6:15 കഴിഞ്ഞു, എന്നാലും ചെറുതായിട്ട് നേരെ ഇരുട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി നടക്കുന്നത്. 6:45 ആയി കേട്ടോ. ഇനി വിളക്ക് അണയ്ക്കുന്നത് ചേട്ടായി അണച്ചോളും. ചേട്ടായി കുളിച്ചിട്ട് വന്നിട്ടൊക്കെ അണച്ചോളും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ ചീര അരിഞ്ഞതും പിന്നെ മീൻ വറക്കാനുള്ള മീനും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് രാത്രിയിൽ ചോറെടുക്കാമെന്ന്. ചോറാണെങ്കിൽ ഈ പ്രാവശ്യം കിട്ടിയ റേഷൻ അരി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സുഖമില്ല, ചേട്ടായിക്ക് അത്ര പറ്റുന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അത് തന്നെ എടുത്തു. എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ തോരൻ വെക്കാനായിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു. പിന്നെ അതിലോട്ട് നമ്മുടെ അമ്മ ഓൾറെഡി അരിഞ്ഞ് തന്ന ചീര ആയതുകൊണ്ട് പിന്നെ എനിക്ക് അരിയേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ അത് മൊത്തം അതിനകത്തോട്ട് തട്ടി. നമുക്ക് 2 നേരത്തേനുണ്ട് കേട്ടോ. നീലൂട്ടൻ ഇതും പിന്നെ മീൻ വറുത്തതും വെച്ചിട്ടായിരുന്നു ചോറ് കൊടുത്തത്. അപ്പോൾ തോരനും മീൻ വറുത്തതും പിന്നെ കുറച്ച് മീൻകറിയുടെ ചാറിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി രാത്രി അത് മതിയല്ലോ,
രാത്രിയിലത്തേന് 3 തരം വിഭവങ്ങളാവുമല്ലോ. അപ്പം അങ്ങനെ ചീരയില ഇട്ടു. നീലൂട്ടൻ ബാക്കിൽ വന്ന് എന്തൊക്കെയോ ചെയ്യുക കേട്ടോ. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ആവി കയറ്റിയെടുക്കുക. ചീരയാവുമ്പം പെട്ടെന്ന് വെന്തോളുമല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് തേങ്ങ ചതച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചീര തോരന് വേണ്ടിയിട്ടുള്ള ജീരകം, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, തേങ്ങയും കൂടി മിക്സ് ചെയ്ത് എന്താ പറയുക ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ആ ഒരു ചെറിയൊരു നനവും വെള്ള നനവൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേനും ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയെടുക്കുക. തേങ്ങയുടെ ആ ഒരു പച്ച ഇത് മാറുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഉപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കി നമ്മുടെ ചീരത്തോരൻ റെഡിയായി. ചീരത്തോരൻ വയ്ക്കാൻ പിന്നെ പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ, വളരെ എളുപ്പമല്ലേ. പിന്നെ അത് അരിഞ്ഞെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വെക്കുന്നതൊക്കെ വളരെ ഈസിയാണ്. കുറച്ച് തേങ്ങ മതി. അങ്ങനെയൊക്കെ കൊണ്ട് ജോലി എളുപ്പമാക്കാം നമുക്ക്. അപ്പോൾ ഇനി എൻ്റെ കിസ്മത്ത് പണിയാണ് ഒരു മുട്ട പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ നീലൂട്ടൻ കഴിക്കുകയും ചെയ്യും. അവന് അതാകുമ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അവൻ എന്നാലും ഇച്ചിരി കഴിച്ചോളും. എന്നാലും ചേട്ടായി വന്നപ്പം ബട്ടർ ബന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചത് കൊണ്ട് ഇനി പാടായിരുന്നു ചോറ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു 3-4 പ്രാവശ്യം വാരി കൊടുത്തപ്പോൾ കഴിച്ചു. എൻ്റെ നിർബന്ധത്തിന് കഴിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടായി കുളിച്ചിട്ട് വന്നു. ചേട്ടായിക്ക് നല്ല വിശക്കുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലത്തെ 2 അപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ അപ്പവും മീൻകറിയുടെ ചാറും എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കട്ടൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ടൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. കട്ടൻ റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി മീൻ വറക്കാനായിട്ട്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ മീൻ വറുത്തിട്ടില്ല കേട്ടോ. ദുൽഖറിൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ലക്കി ഭാസ്കർ, അത് കാണാൻ പോയി. പിന്നെ കഴിക്കാൻ നേരം മീൻ വറുത്താൽ മതിയല്ലോ. അപ്പോഴത്തേനെ ഞാനൊരു ബട്ടർ ബണ്ണും ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നേ. പക്ഷേ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ബണ്ണിലുണ്ടല്ലോ, കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ക്രീം ഒരുപാടുണ്ടായിരുന്നേ. എനിക്ക് ഈ ക്രീം അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഞാൻ. അങ്ങനെ ബട്ടർ ബന്നും കഴിച്ചു, ലക്കി ഭാസ്കർ സിനിമയും കണ്ടിട്ട് വന്നിട്ടാണ് ഞാൻ ഈ മീൻ വറക്കാൻ പോകുന്നത്. ചീര തോരൻ വെച്ച ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 പ്രാവശ്യം കഴുകണ്ടല്ലോ, 1 പ്രാവശ്യം കഴുകിയാൽ മതി. അപ്പോൾ വെറും മടി, അത്രേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് മീൻ വറക്കാമെന്ന് വിചാരിച്ചു. സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലും കണ്ടിരിക്കാം, കൊള്ളാം, നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പടമാണ്, നല്ല അടിപൊളി പടമാണ്. പക്ഷേ എനിക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്നല്ല, ഒരു രസം തോന്നിയില്ല. പിന്നെ കണ്ടിരിക്കാം എന്നേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ സിനിമ ഫുള്ള് കണ്ട് തീർത്തിട്ട് വന്നപ്പോഴത്തേനും വിശന്നു. അപ്പോൾ പിന്നെ കഴിക്കാൻ പോവല്ലേ, അപ്പോൾ മീൻ വറക്കാമെന്ന് വിചാരിച്ചു. മീൻ ഞാൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ്. അപ്പോൾ വന്നിട്ട് മീനും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മീനും കൂടെ റെഡി ആയാലും ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകും. ചോറും ചീര മുട്ട തോരനും മീൻ വറുത്തതും മീൻ കറിയും, അയിലക്കറി കേട്ടോ, അയില മീൻ കറിയാണ്. അത് 2 ദിവസത്തെ പഴക്കമുള്ള മീൻ കറിയാണ്. പഴക്കം കൂടും തോറും മീൻകറിക്ക് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയാണ്. മീൻകറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മുളക് കറിയായിരുന്നു വെച്ചത്. അപ്പോൾ മീൻകറിയും കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ആരും എനിക്ക് കമൻ്റ് ഇടാറില്ല, കമൻ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സി യു. അപ്പുറത്തൊരു കൂവക്കിഴങ്ങ വേവിക്കാൻ വെച്ചേക്കുന്നേ.